ടിസ്റ്റോട് ടിസ്റ്റ് തമിഴ്നാട്ടിൽ 2026 ഫലപ്രഖ്യാപനം വന്നപ്പോഴത്തേക്കും വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. കാരണം വിജയുടെ തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടി വളരെ അധികമായിട്ട് അദ്ദേഹത്തിന്റെ കന്നി അംഗമാണ്. അതിൽ പോലും ഇത്രയും വലിയൊരു വിജയം നേടിയെടുത്തു എന്ന് പറയുന്നത് വിജയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പം ഏകദേശം 108 സീറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പം 234 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 112 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. വിജയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ 108 സീറ്റുകളാണ് അദ്ദേഹം നേടിയത്. ഒരു സീറ്റ് അദ്ദേഹം 2 സ്ഥലത്ത് മത്സരിച്ചുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞ് മാറേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഭരിക്കുന്നതിന് മുഖ്യമന്ത്രിയാകുന്നതിനുള്ള ഒരു രീതിയിലേക്ക് ഈ വോട്ട് വിഹിതം ഉയർന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് 11 സീറ്റുകളുടെ അടുത്ത് വോട്ടുകൾ കൂടി കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാവാനായിട്ട് അതെ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പലരുടെയും സഹായം വേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ADMK-യുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ചെറിയ ചെറിയ കുഞ്ഞു ഘടകകക്ഷികളുടെ എല്ലാം കൂടി ചെറിയ ചെറിയ പാർട്ടികളുടെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയിലെ കസേരയിലേക്ക് അടുക്കാനാണ് അദ്ദേഹത്തിന് സാധിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ സ്വീകരിക്കാൻ പോകുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിനാണ്. ഇലക്ഷൻ മുൻപും കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് നേടുന്നതിന് ഒരു നീക്കം നടന്നു. KCUK ഒരു നീക്കം നടന്നിരുന്നു. അത് വേണ്ട രീതിയിൽ ഫലവത്തായില്ല എന്ന് വിജയ് തന്നെ പറയുന്നൊരു സന്ദർഭം ഉണ്ടായത്. പൈസയുമായുള്ള കണക്ക് കൂട്ടലിൽ നമ്മൾ തോറ്റു പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സാഹചര്യം. അപ്പൊ അങ്ങനെ കോൺഗ്രസുമായി ചേരാനാണ് ചാൻസ്. അങ്ങനെ വരുമ്പോഴും 5 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. പിന്നെയും അവർക്ക് അതുകൊണ്ടും കൂടി അവർക്കത് പൂർത്തിയല്ല. 112 സീറ്റുകളെ ആകുന്നുള്ളൂ. അപ്പം ഈ 112 സീറ്റുകൾ ആകുമ്പോൾ പിന്നെയുള്ള സീറ്റുകളിലേക്ക് ഇടതുപക്ഷ CPI-യുടെയും CPM-ന്റെയും 2 വീതം 4 സീറ്റുകളാണുള്ളത്. ആ സീറ്റുകളും മറ്റാരുടെയെങ്കിലും 2 സീറ്റുകളും കൂടി വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിനൊരു ഭരണത്തിലോട്ട് എത്താൻ ഉള്ള ഒരു സീറ്റ് തികയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പൊ മല്ലികാർജുന ഖാർഗെ ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഈ ചേരുന്നതിനുള്ള കത്ത് കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ കത്ത് കൊടുത്തു വിടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇത്രയും കാലം DMK-യുടെ സപ്പോർട്ടായിട്ട് DMK-യുടെ ഒപ്പം നിന്നിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്. അപ്പം കോൺഗ്രസ് ഇത്രയും കാലം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ അവിടെ പാർലമെന്റിലൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സപ്പോർട്ട് നൽകുന്ന, BJP രാഷ്ട്രീയത്തിന് ഏറ്റവും അധികം എതിർക്കുന്ന DMK-യുടെ കൂടെ നിന്നിട്ടുള്ള കോൺഗ്രസ് എന്ന് വോട്ട് പോകുന്നത് DMK-യിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ട്. അത് വേണ്ട രീതിയിൽ ഇവർ സംസാരിച്ച് അതൊരു BJP-യിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള നീക്കമായി കണ്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ DMK-യിൽ ഡെഫിനറ്റ്ലി അതൊരു അസ്വരസ്യങ്ങൾക്ക് കാരണമാവും. വേണ്ട രീതിയിൽ കമ്മിറ്റിയിൽ പക്ഷെ അത് അവർ നോക്കുന്നില്ല. അദ്ദേഹത്തിന് 5 സീറ്റുകൾ എന്തായാലും കൊടുക്കും. പക്ഷെ ധാർമ്മികമായി ഇത്രയും കാലം ഇന്ത്യ മുന്നണിയുടെ ഒപ്പമൊക്കെ നിന്നിട്ടുള്ള DMK-യുടെ കൂടെ നിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് CPI-ക്കും CPM-നെയും സംബന്ധിച്ച് അവർക്ക് കുറച്ച് വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയടിക്ക് പോകുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ സമയം ചോദിച്ചിട്ടുണ്ട്. TVക്കോട് വെള്ളിയാഴ്ച വരെ സമയം ചോദിച്ചിട്ടുണ്ട്. ധാർമ്മികമായി അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ പോലും BJP അകറ്റി നിൽക്കുക എന്ന ഇവരുടെ എല്ലാവരുടെ ഒരു പ്രാഥമിക ലക്ഷ്യം നിറവേറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവര് കൂടിയാലോചനകൾക്ക് ശേഷം അങ്ങോട്ട് പോകുമായിരിക്കാം, പോകാതിരിക്കാം. പക്ഷെ ആ ഒരു ചാൻസ് ഉണ്ട്. പോകുന്നതിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഇത് മാത്രമല്ല PMK-യുടെയും ADMK-യുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സപ്പോർട്ടുകളോട് കൂടി മാത്രമേ അവർക്ക് ഒരു അങ്ങനെയൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ 125 എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എത്തും. പക്ഷെ ഇവരുടെയൊക്കെ സപ്പോർട്ടുകൾ കിട്ടുമോ എന്നുള്ള കാര്യം ഭയങ്കര ഒരു സംശയത്തിലേക്ക് നേരം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗാണ്. മുസ്ലിം ലീഗിന് 2 സീറ്റുകൾ എന്തോ ആണ് അവിടെ ഉള്ളത്. പക്ഷെ അവർ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. തങ്ങൾ പോകുന്നില്ല, DMK വിട്ടു പോകുന്നില്ല എന്ന് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെ അവർക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് PMK ആയിട്ടായിരിക്കും. അതായത് പട്ടാണി മക്കൾ കക്ഷി എന്ന് പറയുന്ന ഇത്. അപ്പൊ അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ അവർക്കൊരു പക്ഷെ ആ 4 സീറ്റുകൾ അവരുടെ ഭാഗത്തുള്ള 4 സീറ്റുകൾ കിട്ടും. പക്ഷെ അവർ NDA-യുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അൻപുമണി രാംദാസ് അദ്ദേഹം കേന്ദ്രത്തിൽ അടുത്ത ഒരു ഭരണമൊക്കെ വരുമ്പോൾ കേന്ദ്രമന്ത്രി ആവാനും അല്ലെങ്കിൽ അവിടെ ഒരു നിർദ്ദേശക സമിതിയിലൊക്കെ അതിലൊക്കെ ഒരു ഭാഗമായി കൊണ്ടുപോയി അവിടെ ഒരു റോള് കിട്ടും, കേന്ദ്രമന്ത്രിസഭയിലൊക്കെ ഒരു റോള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ BJP പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു പാർട്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുമായിട്ടൊരു ബന്ധം സഖ്യം ഉണ്ടാക്കി എടുക്കുമോ എന്നൊരു കാര്യം കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ അൻപുമണി രാംദാസിന്റെ തന്നെ
ഉപദേശകൻ ആയിട്ടുണ്ടായിരുന്ന ജോൺ ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ആളാണ് വിജയുടെയും ഉപദേശകനായിട്ട് വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ഉറപ്പിക്കാൻ പറ്റുന്ന സപ്പോർട്ടുകളല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ADMKയിലെ കുറച്ച് ആളുകൾ TVKയിലേക്ക് വരാമെന്നൊരു അങ്ങനെ ഒരു ആശയം പങ്കുവയ്ക്കുന്നത്. പക്ഷെ ഈ അവിടുത്തെ ഒരു നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ ഒരു ടീമിലേക്ക് TVKയിലേക്ക് യോജിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഒരു ശുഭകരമായിട്ട് തോന്നില്ല. അവരുടെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ ഒരു പരിധി വരെ കുറെ ആളുകൾക്ക് എങ്ങനെ TVKയുടെ ഒപ്പം ചേരണം, ഇനി ഒരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടായില്ലെങ്കിലോ, ഇനി നമുക്ക് ഭരിക്കാൻ സാധിച്ചില്ലെങ്കിലോ, അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ള ആളുകളുണ്ട്. ആ ഒരു പക്ഷം കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് 6 or 7 ആളുകളെ കൂട്ടിക്കൊണ്ട് വരികയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിൽ ADMKയിലെ ചില ആളുകളുമായിട്ട് MLA-മാരുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പക്ഷേ TVKക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും. പക്ഷെ മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു സിനിമ കഥയെ വെല്ലുന്ന പോലത്തുള്ള സാഹചര്യങ്ങളാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നത് DMKക്ക് എത്തരത്തിലാണ് ഈ ഒരു പല ആളുകളുടെയും അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന പല സംഘങ്ങളും അവർക്കുടെ സപ്പോർട്ട് ഇല്ലാതെ പോകുന്നത് ഏത് രീതിയിലാണ് TVK ബാധിക്കാൻ പോകുന്നു എന്നതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ധാർമ്മികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇടതുപക്ഷം അവിടുത്തെ CPM മാറി നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഒറ്റയടിക്ക് തന്നെ ഏറ്റവും ആദ്യം തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് അവരുടെ ഒപ്പം നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത്. ഈ സിനിമാ കഥയെ വെല്ലുന്നൊരു ട്വിസ്റ്റോട് കൂട്ടിയിട്ട് ഇങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം ഇരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി വരാൻ പോകുന്നത് DMK സംബന്ധിച്ചിടത്തോളം. കാരണം DMK ആണ് ഇത്രയും കാലം ഇന്ത്യ മുന്നണിയുടെ ഒക്കെ കൂടെ നിന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം പാർലമെന്റിൽ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു ഇമ്മൻസ് ആയിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് എപ്പോഴും കൂടെ നിന്നിട്ടുള്ളത് സ്റ്റാലിനാണ്. അപ്പം സ്റ്റാലിന്റെ ഒരു പുറത്ത് ചവിട്ടുന്ന പോലത്തെ ഒരു നീക്കമായിട്ടായിരിക്കും അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അതിലോട്ട് ചേർത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉപാധികളോട് കൂടിയിട്ട് നമ്മൾ അവരുടെ പോകുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചതിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. അപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അപ്പോഴും നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ധാർമ്മികമായി തെറ്റാണോ എന്നൊരു ചർച്ചയ്ക്കെങ്കിലും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരൊരു പക്ഷപോയക്കം, കാരണം BJPയെ ചെറുക്കുക എന്ന അവരുടെ ഒരു പ്രാഥമിക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവര് അങ്ങനെ ഒരു ചാൻസ് എടുത്തേക്കാമെന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വളരെ വ്യക്തമായ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ DMK വിട്ട് അങ്ങോട്ട് പോകില്ല എന്നൊരു സ്റ്റാൻഡാണ് ഇതുവരെ അവർ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരാകും, എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഭരണം വരാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കൂലങ്കലുഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒപ്പം ADMKയുടെ ആളുകൾ കൂടി വരികയാണെങ്കിൽ എവിടെയും കാണാത്തൊരു ട്വിസ്റ്റ് ആയിരിക്കും നമ്മുടെ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാതെ വയ്യ. പക്ഷെ DMKക്ക് ഉണ്ടായിട്ടുള്ള ഈ വലിയൊരു ഇടിവിന്റെ ഒപ്പം ഒരു ചവിട്ടെന്ന് പറയുന്ന പോലെ ആയിരിക്കും പല ആളുകളും ഇത്തരത്തിൽ അവരെ ബിട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം മറ്റേ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ആരാണ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹമാണ്. പക്ഷെ അത് എങ്ങനെയായിരിക്കും അതിന്റെ നാൾ വഴികളെന്ന് നമുക്കറിയാൻ സാധിക്കും. ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.